വിഷു മലയാളിയുടെ മഹോത്സവമാണ്. കാർഷിക വിളവെടുപ്പിന്റെ സമൃദ്ധിയും കൃഷിയിറക്കലിന്റെ സംതൃപ്തിയും പ്രദാനം ചെയ്യുന്ന കാർഷികോത്സവം. ഓണം വിളവെടുപ്പുത്സവമെങ്കിൽ വിഷു വിളവിറക്കലിന്റെ ഉത്സവമാണ്. മീനച്ചൂടിൽ വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ ആശ്വാസത്തിന്റെ കുളിരുമായി വേനൽ മഴ എത്തുന്നതോടെ കർഷകർ വിളവിറക്കലിന് തയ്യാറെടുക്കുന്നു. അങ്ങനെ വരും വർഷത്തെ ഉർവരത അറിയിക്കുന്ന ആഘോഷവുമായി മേടത്തിൽ വിഷു വന്നണയുന്നു. വിഷു ആഘോഷത്തിന് ആര്യ ദ്രാവിഡ കാലഘട്ടത്തോളം പഴക്കമുണ്ട്. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. രാത്രിയും പകലും തുല്യമായ ദിനം. സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ് മേടമാസത്തിലെ വിഷു ആഘോഷിക്കുന്നത്. മനസ്സിൽ നവോന്മേഷവും ആഹ്ലാദവും തീർക്കുന്ന വിഷുവിന് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ച ദിവസമെന്നും ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിനമെന്നും പുരാണ ഐതിഹ്യങ്ങളിൽ പറയുന്നു. ഇതിന്റെ ആഹ്ലാദ സൂചകമായാണ് ജനങ്ങൾ കമ്പിത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും വിഷു ആഘോഷിക്കുന്നത്. പ്രകൃതിയാണ് വിഷുവിന്റെ വരവ് ആദ്യം അറിയിക്കുന്നത്. മീനമാസം അവസാനം വരെ കണിക്കൊന്ന പൂത്തുലഞ്ഞു നിൽക്കും. സ്വർണവർണ്ണ നിറത്തിലുള്ള കൊന്നപ്പൂ കണ്ണന്റെ അരഞ്ഞാണമാണെന്നാണ് ഹൈന്ദവ സങ്കല്പം. അതുകൊണ്ട് തന്നെ കണിക്കൊന്നയ്ക്ക് വലിയ സ്ഥാനമാണ് കൽപ്പിച്ചിരിക്കുന്നത്. വിഷുവിന് പ്രധാനം വിഷുക്കണി തന്നെ. തറയിൽ അരിച്ചാന്ത് ഉപയോഗിച്ച് കളമിട്ടാണ് കണിയൊരുക്കുന്നത്. സമൃദ്ധിയുടെ പ്രതീകാത്മകമായ പ്രദർശനം തന്നെയാണ് വിഷുക്കണി. നിലവിളക്ക് കത്തിച്ച് ഓട്ടുരുളിയിൽ അരിയും കോടിയും നിരത്തി കണിക്കൊന്ന, കണിവെള്ളരി, സ്വർണം, നാണയം, ശ്രീകൃഷ്ണ വിഗ്രഹം, വെള്ളം നിറച്ച ഓട്ടുകിണ്ടി, വാൽക്കണ്ണാടി, ചക്ക, മാങ്ങ തുടങ്ങി വിവിധ ഫലവർഗ്ഗങ്ങൾ കണിവെക്കുന്നു. പുലർച്ചെയാണ് കണി കാണൽ ചടങ്ങ്. കണി കണ്ട ശേഷം തറവാട്ടിലെ കാരണവർ കുടുംബാംഗങ്ങൾക്ക് വിഷു കൈനീട്ടം നൽകും. അതിനാൽ കൈനിറയും കാലം കൂടിയാണ് വിഷു. വിഷുവിന് സദ്യയ്ക്കും പ്രാധാന്യമുണ്ട്. വിഷുവിന് മാത്രമായി പച്ചരി ചേർത്തുണ്ടാക്കുന്ന വിഷുക്കട്ട ഒരു പ്രധാന വിഭവമാണ്. പഴയ കാലത്തെ കീഴ്വഴക്കങ്ങൾക്ക് കോട്ടം തട്ടാതെ ഇപ്പോഴും വിഷു ആഘോഷിച്ചു വരുന്നു. എന്നാൽ കൂട്ടുകുടുംബ വ്യവസ്ഥ മാറി അണുകുടുംബങ്ങളായതോടെ വിഷു ഒരു ചടങ്ങ് മാത്രമായെന്ന് വീട്ടമ്മയായ ലക്ഷ്മിക്കുട്ടിയമ്മ പറയുന്നു. 10 കൊല്ലം മുമ്പുള്ള വിഷുവും ഇപ്പോഴത്തെയും കൂടി വളരെ അന്തരമുള്ള കാലമാണ്. മുമ്പെങ്കിൽ ഞങ്ങൾ കാരണന്മാരെല്ലാവരും കൂടി ഇരുന്ന് കണി കാണും. അത് കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷു കൈനീട്ടം കൊടുക്കും. കഴിഞ്ഞ് ഗംഭീരമായിട്ട് അമ്പലത്തിലൊക്കെ പോയി തൊഴുത് സദ്യ കഴിക്കും. അതാണ് വീട്ടിലുള്ളവരൊക്കെയും അയൽവക്കക്കാരും ഒക്കെ കൂടി വന്ന് സുഖമായിട്ട് സമാധാനത്തോടു ഇരുന്ന് കഴിക്കുന്ന സംതൃപ്തിയാണ് എല്ലാവർക്കും. മനസ്സിൽ പഴയ നല്ല കാലത്തിന്റെ ഗൃഹാതുരതയോടെ മണ്ണിലും വിണ്ണിലും വർണ്ണങ്ങൾ വാരി വിതറി മലയാളികൾ വിഷു ആഘോഷിക്കുകയാണ്. ഒപ്പം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒത്തുചേരലിനും വിഷു സാക്ഷ്യം വഹിക്കുന്നു. TCV ന്യൂസ്, തൃശൂർ.